സ്വന്തമായി ഒഴിക്കുന്ന മണ്ണെണ്ണ, അതിലൂടെ വേവിക്കുന്ന മുന്തിരി, മല്ലിച്ചപ്പ്, പുതിന, കസ്കസ് എല്ലാം കൂടി മിക്സ് ആക്കുന്ന ബിരിയാണി. ഇത് കഴിച്ച് ഫിക്സ് ചെയ്ത ദിവസം 16, 40, 12 തുടങ്ങിയ ദിവസങ്ങളിൽ വീട്ടിൽ എന്ത് വിഷമമുണ്ടെങ്കിലും, ഭാര്യയുടെ പ്രസവത്തിന്റെ ഡേറ്റ് അടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് പരിഗണിക്കാതെയുള്ള ദീനി ഖിദ്മത്തിന് വേണ്ടിയുള്ള യാത്ര, ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ തിണ്ണയിലുള്ള ഉറക്കം, സ്വാഭാവികമായും ഇവരെ വിമർശിക്കേണ്ടതുണ്ടോ എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല. കാരണം ഞാൻ ആ രീതിയിൽ ആലോചിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന വിഭാഗത്തെ അടച്ച് ആക്ഷേപിക്കുന്നതും അവരെ വിമർശിക്കുന്നതും എനിക്കും ഇഷ്ടമല്ലായിരുന്നു. എന്നെപ്പറ്റി ചെറുപ്പം മുതലേ പരിചയമുള്ള ആളുകൾ നമ്മൾ അമസക്കാവിസ്താക്കോട് ഇരിക്കുന്നുണ്ട്. അവരൊക്കെ വലിയ ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ചെറിയ ക്ലാസ് പഠിക്കുക. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പടച്ച റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് പതിയെ വാള് പറയാനും പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നാസറുദ്ദീൻ കോട്ടയത്തിന്റെ ഒക്കെ കൂടെ അനൗൺസിലും കവലപ്രസംഗത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ 4ാം ക്ലാസ് മുതൽ തന്നെ വാളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 7ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ ഉസ്താദുമാരുടെ സമ്മതപ്രകാരം മർഹൂം മണ്ടോൺ ഉസ്താദ് അല്ലാഹു കൊടുത്ത ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ, റാസിയിലെ ഇബാറത്ത് എടുത്തത് കൊണ്ട് വായിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ സമ്മതപ്രകാരം അന്നു മുതൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തത്തുല്ലി യോഗ്യതയുള്ള ആളുകൾക്കൊക്കെ മറുപടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും തബ്ലീഗ് ജമാഅത്തിനെയുള്ളവർ വിമർശിച്ചിട്ടില്ല. അതേസമയം മുത്തവൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ഉത്തരേന്ത്യയിലേക്ക് പഠിക്കാൻ പോകാൻ അവസരം കിട്ടിയപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ആലോചിച്ചത്, തബ്ലീഗ് ജമാഅത്തുകാരുടെ കേന്ദ്രം ഇവിടെ എങ്ങാണ്ടോ ആണല്ലോ, അവിടെ തന്നെ പോയി അവരെക്കുറിച്ച് അവരിൽ നിന്ന് തന്നെ പഠിക്കാം. പുറമെയുള്ള ആളുകളോട് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് വിമർശനം വരും. ശത്രുവിനോട് ചോദിച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം തന്നെ അവരിൽ നിന്ന് പഠിക്കലാണെന്ന് മനസ്സിലാക്കി അവരുടെ ലോക കേന്ദ്രം, ഉത്ഭവ കേന്ദ്രം ഇൻഷാ അല്ലാഹ് ക്ലിപ്പിലൂടെ ഞാൻ കാണിക്കും. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ടോപ്പ് നേതാവ് പറഞ്ഞത് പഠിച്ചത് ദൈവബന്ധിൽ വെച്ച് എന്നാണ്. ആ ദൈവബന്ധിൽ തന്നെ പോവാൻ തീരുമാനിക്കുകയും അത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കി പോവുകയും അങ്ങനെ അവിടെ താമസിച്ച് അവരെക്കുറിച്ച് പഠിക്കുകയും ചെയ്തപ്പോ അവരെക്കുറിച്ച് അറിയുന്ന ഗ്രന്ഥങ്ങൾ വാങ്ങണം എന്ന് എനിക്ക് തോന്നിയതാണ്. അങ്ങനെ മർക്കസിൽ നിന്ന് വീട്ടി ഉസ്താദിൽ നിന്ന് ലഭിച്ച, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ, ഉറുദുവിലെ പ്രാഥമിക പഠനവും അണ്ടോണ ഉസ്താദ്, PP ഉസ്താദിൽ നിന്ന് ലഭിച്ച അതിന്റെ പ്രോത്സാഹനവും, മർക്കസിലെ 9 വർഷത്തെ അതിന്റെ പ്രാക്ടിക്കലും, അവിടെ ഉണ്ടായിരുന്ന കാശ്മീരികളും ഗുജറാത്തികളും ബീഹാരികളും ഒക്കെയായിട്ടുള്ള ഇടപെടലുകളും, അതിലൂടെ ലഭിച്ച ഊർജത്തിൽ ഉത്തരേന്ത്യയിൽ ചെന്ന് ഇവരുടെ ഇടയിലൂടെ നടന്ന് ഗ്രന്ഥങ്ങൾ ശരിക്കും തർക്കിച്ച് തന്നെ വാങ്ങി പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വന്ന് മർക്കസിൽ ബിരുദാനന്തര കോഴ്സിൽ ചേരുമ്പോൾ ആദ്യമായി ഈ ഉള്ളവൻ ഒരു പ്രസംഗം തബ്ലീഗിനെ വിശദീകരിച്ചുകൊണ്ട് നടത്തുന്നത്. അന്ന് ഓഡിയോ കാസറ്റ് ഇറങ്ങിയതും അത് തന്നെയാണ്. പിന്നീട് ഇങ്ങനെ നോക്കുമ്പോഴാണ് അണ്ടിയോടടുക്കുമ്പോഴേ മാമ്പഴത്തിന്റെ പുളി തിരിയുമെന്ന് പറഞ്ഞ പോലെ ഒന്നുകൂടെ അടുത്തടുത്ത് വരുമ്പോഴാണ് കൂടുതൽ വിശ്വാസ വൈകല്യമുള്ളത് ബോധ്യപ്പെടുന്നത്. സ്വാഭാവികമായും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടുകൂടെ അവർ കാണേണ്ട ഒന്ന് സ്വർഗത്തിൽ അവരെ കടത്തുന്ന ആദർശത്തെക്കുറിച്ചാണ്, ബാഹ്യമായ കർമ്മങ്ങളെക്കുറിച്ച് അല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച ഒരു വിഭാഗം സ്വർഗാവകാശികളാണ്, അള്ളാഹു പൊരുത്തപ്പെട്ടവരാണ്. മറ്റൊരു വിഭാഗം നരകാവകാശികളാണ്, അള്ളാഹു ദേഷ്യപ്പെട്ടവരാണ്. ഇത് രണ്ടും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു, അവർ തിരിച്ചും തൃപ്തിപ്പെട്ടു. ഇതൊരു വിഭാഗമാണ്, അവർ സ്വർഗത്തിലാണ്. അവർക്ക് പറയുന്ന പേര് സ്വഹാബികൾ എന്നാണ്. എന്താണ് സ്വഹാബിയാകാനുള്ള ക്വാളിഫിക്കേഷൻ? നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് അല്പസമയം സഹവസിക്കുക,
ഈ ഒരൊറ്റ കാര്യം ചെയ്ത സ്വഹാബി അള്ളാഹു പൊരുത്തപ്പെട്ടു, സ്വർഗത്തിലാവുകയാണ്. എന്നാൽ അതേ നിമിത്തങ്ങളോടൊപ്പം മാസങ്ങളല്ല വർഷങ്ങൾ സഹകരിച്ചു. 5 നേര നിസ്കാരത്തിന് മുറ തെറ്റാതെ ഒന്നാമത്തെ സ്വഫിൽ തന്നെ ജമാഅത്തിനെത്തി. ക്ലാസുകൾ എപ്പോൾ നബി തങ്ങൾ സംഘടിപ്പിച്ചാലും താല്പര്യപൂർവ്വം വന്നു. അബദ്ധത്തിൽ പുറകിലായിപ്പോയാൽ മൈക്കില്ലാത്ത കാലത്ത് ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ റാവൈന നബിയെ തിരി ഉച്ചത്തെ പറഞ്ഞാലും കേൾക്കാൻ കഴിയുന്നില്ല. താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേൾക്കുകയും പോരാ, ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന യുദ്ധങ്ങൾ ഇന്നത്തെ പോലെ ബോംബെറിയുന്ന നിമിഷ യുദ്ധങ്ങളല്ല, മറിച്ച് വാളും ഏറ്റുമുട്ടുന്ന നേർക്കുനേരെയുള്ള യുദ്ധം. ആ യുദ്ധത്തിന് ആഴ്ചകളോളം മരുഭൂമിയിലൂടെയുള്ള വെള്ളവും ഭക്ഷണവുമില്ലാത്ത യാത്ര, ഇതെല്ലാം സഹിച്ച് യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ 40 ദിവസത്തെ കണക്കില്ല, 16 ദിവസത്തെ കണക്കില്ല. വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു, ഇന്ന സമയത്ത് എത്തുമെന്നൊരു ഗ്യാരണ്ടിയില്ല. ശത്രുക്കളുടെ വാളിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ വരും, ഇല്ലെങ്കിൽ ഇല്ല. അത്രത്തോളം അപകടം പിടിച്ച യാത്ര. ഈ യാത്രയെല്ലാം നടത്തി ത്യാഗം സഹിച്ച ഒരു വിഭാഗത്തെക്കുറിച്ച് ഉറപ്പിച്ചും തറപ്പിച്ചും അല്ലാഹു തആല പറയുന്നു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, പ്രസംഗം കേൾക്കുന്ന നിഷ്പക്ഷമതികൾ, CK ഉസ്താദോടെ പറഞ്ഞു, ഞങ്ങൾക്കുള്ളതും കൂടെ പറയണമെന്ന് സഹോദരിമാരാവശ്യപ്പെട്ടു. അഥവാ തർക്കവിഷയങ്ങളിലും ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്ന അർത്ഥത്തിൽ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കൊരു കല്യാണാന്വേഷണം വരുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിലും കൂടെ കിട്ടുന്ന ഭർത്താവാകണമെന്ന നിർബന്ധം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ എന്റെ മകൾ നരകത്തിൽ പോകരുത് എന്ന ചിന്തയുള്ള നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ മകൻ വളരുമ്പോൾ അവൻ നരകാവകാശിയായിക്കൂടാ എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ തന്നെ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഖുർആൻ പാരായണം ചെയ്യാത്ത, നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റുകൾ ചെല്ലാത്ത, നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കാത്ത മക്കളായിക്കൂടാ എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ തബ്ലീഗ് ജമാഅത്തും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ആകാതിരിക്കണം. അതുകൊണ്ട് കേൾക്കൽ ആവശ്യമാണ്. അതിന്റെ ഇടയിൽ ബക്കറ്റ് നിങ്ങളുടെ അരികിലൂടെ വരുന്നുണ്ട്. ശ്രദ്ധ ഇങ്ങോട്ടും കൈ പോക്കറ്റിലേക്കുമായി എല്ലാവരും സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് അധികം നീട്ടാതെ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമുക്ക് നിർത്തേണ്ടതുണ്ട്. അവസരം നമുക്ക് പ്രാർത്ഥന നടത്തുകയും ചെയ്യാം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാമും ഇത് ചിന്തിക്കലും കേൾക്കലും നിർബന്ധമാണ്. എന്തുകൊണ്ട്? വികലമായ വിശ്വാസങ്ങളുമായി ഒരുപാട് ആളുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാഹ്യമായ പ്രവർത്തനം കണ്ട് ഒരിക്കലും നമുക്കൊരു ടീമിനെ വിലയിരുത്താൻ കഴിയില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ കാലഘട്ടത്തിൽ പുറപ്പെട്ട ഒരു ടീം, അവർ പറഞ്ഞ വാക്കിനിൽ ഹുക്ം ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനാണ് എല്ലാം വിട്ടുകൊടുക്കേണ്ടത് എന്നാണ്. നല്ല വാക്ക്. അള്ളാഹു അതിനപ്പുറം ഒന്നുമില്ല. തീരുമാനങ്ങൾക്ക് മധ്യസ്ഥന് വേണ്ട, ജഡ്ജി വേണ്ട, ഭൗതിക കോടതി വേണ്ട. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറം ഒന്നുമില്ല. ഈ നല്ല പദപ്രയോഗത്തോടെ രംഗത്ത് വന്ന വിഭാഗം ഇവരുമായി ഏറ്റുമുട്ടി